കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഇതുവരെ കാണാത്തൊരു ഒരു വലിയ സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ജോസഫേട്ട, ഇതിലെ ഇന്നലത്തെ കോടതി ഇടപാടിൽ എങ്ങനെയാ തോന്നുന്നു? നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക്? കുടുംബം ഞാൻ ഈ അവസ്ഥയിൽ എനിക്ക് കൂടുതൽ അതേപ്പറ്റി കണ്ടു. മറ്റേ പ്രോസിക്യൂട്ടറുടെ വാദവും പിന്നെ നമ്മുടെ വക്കീലിന്റെ വാദവും ഞാൻ കേട്ടിരുന്നു. നിങ്ങളാരോ അയച്ചു തന്നിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ എന്താ പറയാ, നമുക്ക് കിട്ടും. തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എന്തായാലും പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതാണ് ഞാൻ. സന്തോഷം കാണാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്ക് ഒരു സന്തോഷമുണ്ട്. കേരളം, ഇന്ത്യയിൽ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാ ആളുകളൊക്കെ സഹോദരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. പിന്നെ പ്രീതി സിസ്റ്ററുടെ സഹോദരൻ ഇപ്പൊ വരും. ഇപ്പൊ വരും. അപ്പൊ എന്തായാലും നമുക്ക് 11:30 കാത്തിരിക്കാം. 11:30 വരുന്നേ. 11:30 വിധി വരുന്നു. ഇപ്പൊ അവിടെ നിന്ന് വിവരം കിട്ടിയല്ലേ? ശരി. ഓക്കെ. അപ്പോൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ജോസഫാണ് ഇപ്പോൾ ഈ ജയിലിലെത്തിയത്. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അത് കാണാം, ആ സന്തോഷം. കാരണം ഇത്രയും ദിവസം അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു സഹോദരിയെ കാണാനും. ചില ദിവസങ്ങളിൽ മാത്രമേ അനുമതി കിട്ടുകയുള്ളായിരുന്നു അകത്ത് കയറി കാണാൻ. പക്ഷെ ആ മുഖത്തൊക്കെ ഒരു വിഷാദമുണ്ടായിരുന്നു, ഒരു മന്ദതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മുഖത്തൊരു പ്രസാദമുണ്ട്. കാരണം അവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ന് ഇവർക്ക് 2 പേർക്കും ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ്. ഇവർ അറസ്റ്റിലായതിന് 2 ദിവസത്തിന് ശേഷമാണ് നാട്ടിൽ നിന്ന് ആ സഹോദരൻ ജോസഫ് അടക്കമുള്ളവരെത്തിയത്. അപ്പോഴൊക്കെ എല്ലാ ദിവസവും ഇവർ റായ്പൂരിലായിരുന്നു താമസം.